അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഗബ്രി തന്റെ യൂട്യൂബ് ചാനലിൽ പുതിയൊരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ട്. ഒരു ഹൈഡ്രോജൻ ഇൻഹലേഷൻ സെന്ററിനെ കുറിച്ച് പരിചയപ്പെടുത്തിയാണ് ഗബ്രി പുതിയ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. പ്രേക്ഷകരെല്ലാം തന്നെ ഗബ്രിയുടെ കൊല്ലത്തെ ഇനോഗ്രേഷൻ വ്ലോഗ് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. 10 ദിവസത്തിന് ശേഷമാണ് ഗബ്രി ഇപ്പോൾ പുതിയ വീഡിയോ ഇട്ടിട്ടുള്ളത്. ഇന്ത്യാസ് ഫസ്റ്റ് ഹൈഡ്രോജൻ ഇൻഹലേഷൻ മെഷീൻ മാനുഫാക്ചറർ എന്ന ഒരു ടൈറ്റിലോട് കൂടെയാണ് ഗബ്രിയുടെ പുതിയ വീഡിയോ വന്നിട്ടുള്ളത്. മണിക്കൂറുകൾ കൊണ്ട് ഈ വീഡിയോക്ക് ഏകദേശം 25,000-ഓളം വ്യൂസ് ആണ് വന്നിട്ടുള്ളത്. ഗബ്രിക്ക് ഇപ്പോൾ ടോട്ടൽ 72,000-ൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സും ഉണ്ട്. ഈ വീഡിയോക്ക് താഴെയായി ഗബ്രിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ധാരാളം കമന്റ്സുകളാണ് വരുന്നത്. ഈ വ്ലോഗിൽ ഫാമിലിയെ ഉൾപ്പെടുത്തണം, ഫാമിലിയെ കാണിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കമന്റ്സുകൾ വരുന്നത്. അതുപോലെ തന്നെ ഇന്നത്തെ വ്ലോഗിൽ ഗബ്രിയുടെ കൂടെ ജാസ്മിൻ ഇല്ല എന്നുള്ളതാണ്. പാലക്കാട് ഇനോഗ്രേഷനുമായി ബന്ധപ്പെട്ട് ഗബ്രി പങ്കുവെച്ച വ്ലോഗിൽ ഇതുവരെ 15 ലക്ഷത്തോളം വ്യൂവേഴ്സ് ആണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ വ്ലോഗും ഇന്ന് പങ്കുവെച്ച ഈ വ്ലോഗും വൈറലാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഗബ്രിയുടെ ഇന്നത്തെ വ്ലോഗിൽ ജാസ്മിൻ ഇല്ല, ഗബ്രി തനിച്ചാണ് ഇന്നത്തെ വ്ലോഗ് ചെയ്തിട്ടുള്ളത്.